പ്രിയമുള്ള ലെമർ വിദ്യാർത്ഥികളെ നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? നല്ല എടുത്തതൊക്കെ പഠിച്ചിട്ടുണ്ടോ? വീഡിയോകളെല്ലാം കണ്ടില്ലേ? എല്ലാവരും കണ്ടല്ലോ. കണ്ടു കഴിഞ്ഞാൽ കണ്ടു എന്നതിന് ഒരു സൈൻ ഇടണം. നിങ്ങൾ കണ്ടതിൻ്റെ അഭിപ്രായം പറയണം. അതിൽ നിന്നുള്ള സംശയങ്ങൾ ചോദിക്കണം. നമ്മുടെ സിലബസ് വന്നിട്ടുണ്ട്. പുതിയ റിവൈസ്ഡ് സിലബസ് ആണ്. അതിൽ നിന്ന് ചില പാഠങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. നമ്മളുടെ ഇപ്പോഴത്തെ ഈ കാലാവസ്ഥ കാരണം നമുക്ക് അധ്യയന വർഷം കുറച്ച് നീട്ടിയിട്ടുമുണ്ട്. മാത്രമല്ല നമ്മളുടെ സിലബസിലെ പാഠങ്ങളൊക്കെ കുറച്ചിട്ടുണ്ട്. നമ്മൾ നേരിട്ട് കാണാൻ പറ്റാത്തത് കൊണ്ട് നിങ്ങൾ കഠിനമായി അധ്വാനിക്കുക തന്നെ വേണം. സംശയങ്ങളൊക്കെ കമൻസിൽ എഴുതിയിട്ടാൽ ഞാൻ തീർത്തു തരുന്നതാണ്. അടുത്ത ക്ലാസ്സിൽ ഞാനത് പറഞ്ഞു തരും. ഇനി നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതിൽ അലങ്കാരത്തിൽ ഉപമ ഇപ്പോഴത്തെ സിലബസിൽ കാണുന്നില്ല. ഉൽപ്രേക്ഷമാണ് മാത്രമാണ് ഉള്ളത്. അപ്പോൾ ഉൽപ്രേക്ഷ നന്നായിട്ട് പഠിക്കണം. പിന്നെ റിപ്പോർട്ട് കാണുന്നില്ല. റിപ്പോർട്ടിന് പകരം ജനറൽ എസ്സേ ആണ്. ജനറൽ എസ്സേ നിങ്ങൾക്കറിയാലോ. നിങ്ങൾ 10ാം ക്ലാസ് വരെ ജനറൽ എസ്സേ എഴുതിയിട്ടുണ്ട്. അത് കുറച്ചുകൂടെ എളുപ്പമാണ് എഴുതാനായിട്ട്. അപ്പോൾ ജനറൽ എസ്സേ നിങ്ങൾ നന്നായി പഠിക്കണം. ഓരോ പൊതുവിഷയങ്ങളെ കുറിച്ചും നിങ്ങൾ പഠിക്കണം. അത് പ്രത്യേകിച്ച് കൂടുതലൊന്നുമില്ല. റിപ്പോർട്ടിനും നമ്മൾ പഠിച്ച വിഷയങ്ങൾ തന്നെ. അത് ജനറൽ എസ്സേയുടെ രീതിയിൽ എഴുതണമെന്നേ ഉള്ളൂ. എന്നാൽ നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ഒരു ചെറുകഥയാണ്. ഗൗളി ജന്മം. ഗൗളി ജന്മം എഴുതിയത് ഗ്രേസി ടീച്ചറാണ്. ഇവിടെ പാഠം 4 ഗൗളി ജന്മം. ചെറുകഥയാണ്. ഗ്രേസിയാണ്. ഗ്രേസി ടീച്ചറാണ്. അധ്യാപികയാണ് ഗ്രേസ് ടീച്ചർ മൂവാറ്റുപുഴയ്ക്കടുത്തുള്ള മാറാടി ഗ്രാമത്തിൽ 1951 ജനിച്ചു. ഒരുപാട് ചെറുകഥകൾ എഴുതിയിട്ടുണ്ട്. അധികം ചെറുകഥാ സമാഹാരങ്ങളാണ് ഗ്രേസ് ടീച്ചറുടേതായിട്ട് ഉള്ളത്. നരകവാതിൽ, ഭ്രാന്തൻ പൂക്കൾ, പനിക്കണ്ണ്, ഉടൽ വഴികൾ. അടുത്ത കാലത്ത്, കുറേ നാളുകൾക്ക് ശേഷം അടുത്ത കാലത്ത് പ്രസിദ്ധീകരിച്ച ഒരു കഥാസമാഹാരമാണ് ഉടൽ വഴികൾ. 2 സ്വപ്നദർശികൾ, ഭ്രാന്തൻ പൂക്കൾ. ഈ 2 സ്വപ്നദർശികളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഈ ഗൗളി ജന്മം എന്ന ചെറുകഥ. ഗ്രേസി ടീച്ചറുടെ കഥകളുടെ പ്രത്യേകത സ്ത്രീപക്ഷ രചനയാണ്. സ്ത്രീപക്ഷ രചനകൾ നിർവഹിച്ചിട്ടുള്ള എഴുത്തുകാരികളിൽ നമ്മൾക്ക് ആദ്യം പറയാവുന്ന കെ സരസ്വതി അമ്മയുണ്ട്. നമ്മളത് പഠിച്ചിട്ടില്ല. സരസ്വതി അമ്മയുടെ കഥകൾ നമ്മൾ വളരെ മുൻപാണ്. നമുക്കറിയാം അഗ്നിസാക്ഷി എഴുതിയ ലളിതാംബിക അന്തർജനത്തെ. സ്ത്രീപക്ഷ എഴുത്തുകാരിൽ ഏറ്റവും പ്രശസ്തയായിട്ടുള്ള ആദ്യകാല എഴുത്തുകാരിയാണ് ലളിതാംബിക അന്തർജനം. നമുക്ക് 1ാം വർഷം കഴിഞ്ഞ വർഷത്തിൽ ലളിതാംബിക അന്തർജനത്തിൻ്റെ ഒരു പാഠം പഠിക്കാനുണ്ടായിരുന്നു. നമ്മളത് പഠിച്ചിട്ടുണ്ട്. സ്ത്രീക്ക് വേണ്ടി വാദിക്കുന്ന സ്ത്രീപക്ഷ എഴുത്തുകാർ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ത്രീക്ക് വേണ്ടി വാദിക്കുന്ന, കാലങ്ങളായി സ്ത്രീകൾ സമത്വമില്ലാതെ, ലോകത്തിൽ സമത്വമില്ലാതെ ഭരിക്കപ്പെടേണ്ടവരാണ്. പുരുഷനേക്കാൾ അല്പം താഴെ നിൽക്കേണ്ടതാണ്. പുരുഷന്റെ വാക്കുകൾ അനുസരിക്കേണ്ടതാണ്. പുരുഷൻ ഒരു ചട്ടക്കൂട്, സ്ത്രീ എന്നതിൻ്റെ ഒരു ചട്ടക്കൂട് നിർമ്മിച്ചിട്ടുണ്ട്. ആ ചട്ടക്കൂടിന് അപ്പുറത്തേക്ക് പോകാൻ സ്ത്രീക്ക് അവകാശമില്ല എന്നുള്ള ഒരു പൊതുബോധം. ആ പൊതുബോധത്തിൽ നിന്നുള്ള വിടുതൽ നേടാനാണ് ഈ എഴുത്തുകാരികളെല്ലാം തങ്ങളുടെ സൃഷ്ടികളിലൂടെ ശ്രമിക്കുന്നത്. സാംസ്കാരിക പ്രവർത്തകർ, ഫെമിനിസ്റ്റ് എന്ന് പറയുന്നവർ എല്ലാവരും സ്ത്രീകളുടെ സ്വാതന്ത്ര്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, സ്ത്രീ സമത്വം എന്നത് ഉദ്ദേശിക്കുന്നത് പുരുഷന്റെ പോലെ നടക്കാനോ പുരുഷന്റെ പോലെ പെരുമാറാനോ അല്ല. സ്ത്രീ ആരുടെയും അടിമയല്ല. പുരുഷനെ പോലെ ഈ ഭൂമിയിൽ എല്ലാ സ്വാതന്ത്ര്യത്തോടും കൂടി ജീവിക്കാൻ അർഹതയുള്ള, സ്ത്രീയായി ജീവിക്കാൻ അർഹതയുള്ള ഒരു മനുഷ്യനാണ്, ജീവിയാണ് സ്ത്രീയും എന്ന ഒരു കാഴ്ചപ്പാട്, പൊതുബോധം സമൂഹത്തിനുണ്ടാക്കാൻ, ജനങ്ങൾക്കുണ്ടാക്കാൻ വേണ്ടിയാണ് ഇവർ പ്രയത്നിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഈ സ്ത്രീപക്ഷപാതികൾ എല്ലാവരും ശ്രമിക്കുന്നത്. സാറ ജോസഫിൻ്റെ കഥകൾ, അലാഹയുടെ പെൺമക്കൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ?
അതുപോലെ KR മീരയുടെ, കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ച KR മീരയുടെ ഓർമ്മയുടെ ഞരമ്പുകൾ. ഇതെല്ലാം സ്ത്രീപക്ഷ വാദികളാണ്, സ്ത്രീക്ക് വേണ്ടി വാദിക്കുന്നവരാണ്. കഴിഞ്ഞ വർഷം നമ്മൾ തന്നെ പഠിച്ച ആറ്റൂർ രവിവർമ്മയുടെ സംക്രമണം സ്ത്രീയുടെ പീഡനത്തെ കുറിച്ചാണ്. സ്ത്രീ എന്തെല്ലാം അനുഭവിക്കുന്നു, സ്ത്രീ ഒരു വീട്ടിൽ എന്തെല്ലാം അനുഭവിക്കുന്നു, എങ്ങനെയാണ് സ്ത്രീയെ കണക്കാക്കിയിരിക്കുന്നത്. പൊതുവെ സ്ത്രീകളുടെ അടുക്കള, അകത്തുള്ള ആളാണ് സ്ത്രീ. അന്തർജനമാണ് എന്ന് വെച്ചാൽ അകത്ത് ഇരിക്കേണ്ടവളാണ്, അകത്ത് ഉള്ള ആളാണ്. അവർക്ക് പുറത്തു വരാൻ അധികാരമില്ല. ഇന്നത്തെ സാഹചര്യത്തിൽ നിങ്ങൾക്കറിയാം, എല്ലാവരും പുറത്തു വരുന്നുണ്ടല്ലോ. എൻ്റെ അമ്മ പുറത്ത് വരുന്നുണ്ടല്ലോ, ഉമ്മറത്ത് വന്നിരിക്കുന്നുണ്ടല്ലോ. അതേപോലെ പുറത്ത് കടകളിലും മറ്റ് ബാങ്കിലും എല്ലായിടത്തും പോകുന്നുണ്ടല്ലോ, ജോലിക്ക് പോകുന്നുണ്ടല്ലോ. എന്നാൽ ഇതൊന്നും ഇല്ലാത്ത ഒരു കാലമുണ്ടായിരുന്നു. അതിൽ നിന്നെല്ലാം മുക്തി നേടിയത് ഇവരുടെ പ്രയത്നം കൊണ്ടാണ്. സാമൂഹിക പ്രവർത്തകരുടെ, സ്ത്രീ ഉന്നമനത്തിനു വേണ്ടി ലോകം മുഴുവനും വ്യാപിച്ചു കിടക്കുന്ന അത്ര രീതിയിൽ വാദിച്ച, അവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച ആൾക്കാരുടെ ശ്രമഫലമായാണ് സ്ത്രീകൾ ഇന്നത്തെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത്. ഇപ്പോൾ സംക്രമണത്തിൽ പറയുന്നുണ്ട്, സംക്രമണത്തിൽ ആറ്റൂർ രവിവർമ്മ പറയുന്നത്, കുറെ നാളായൊരുത്തിതൻ ജഡമുള്ളിൽ അളിഞ്ഞു നാറുന്നു, വിരലുകൾ മൂക്കിൽ തിരുകയാണു ഞാൻ നടപ്പതെങ്കിലും, അരികത്തുള്ളോരും അകലത്തുള്ളോരും ഒഴിഞ്ഞു മാറുന്നു. ഒരു കുറ്റിച്ചൂല്, ഒരു നാറത്തേപ്പ്, ഒരട്ടി മണ്ണവൾ എന്നാണ് ആറ്റൂർ രവിവർമ്മ സംക്രമണത്തിൽ നമ്മൾ പഠിച്ചതാണ്. ആറ്റൂർ രവിവർമ്മ ഒരു സാധാരണ വീട്ടമ്മയെ, ഒരു സാധാരണ സ്ത്രീയെ കുറിച്ച് വിവരിച്ചിരിക്കുന്നത്. നമ്മൾ കണ്ണാടി കാണുമ്പോഴവും എന്ന കവിതയിൽ സ്ത്രീയുടെ അവസ്ഥ കണ്ടു അല്ലെ? ഉപേക്ഷിക്കപ്പെടുന്ന ശകുന്തളയെ കണ്ടു. ഇതേപോലെ ഉപേക്ഷിക്കപ്പെടുന്ന സീതയെ, ശ്രീരാമന്റെ സീതയെ ആശാന്റെ സീതയിലൂടെ നമുക്ക് കാണാം. ചിന്താവിഷ്ടയായ സീതയിൽ കുമാരനാശാൻ എങ്ങനെയാണ് സീതയെ വരച്ചു വെച്ചിരിക്കുന്നത്? സീതയെ 2 തവണയാണ് ഉപേക്ഷിക്കുന്നത്. ആദ്യം രാവണന്റെ കൊട്ടാരത്തിൽ നിന്നും സീതയെ രാവണനോട് യുദ്ധം ചെയ്ത് തിരിച്ചു കൊണ്ടുവരുമ്പോൾ രാമൻ സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല. രാമൻ അഗ്നിശുദ്ധി ആവശ്യപ്പെട്ടു. അഗ്നിയിൽ പ്രവേശിച്ച് നിന്റെ ചാരിത്രശുദ്ധി തെളിയിക്കണമെന്ന് പറഞ്ഞു. ആ ചാരിത്രശുദ്ധി അഗ്നിപ്രവേശം നടത്തി തെളിയിച്ചതിന് ശേഷമാണ് സീതയെ ശ്രീരാമൻ സ്വീകരിക്കുന്നത്. വീണ്ടും ആരുടെയോ അപവാദം കേട്ട് ശ്രീരാമൻ വീണ്ടും സീതയുടെ ചാരിത്രത്തിൽ സംശയം പ്രകടിപ്പിക്കുകയും സീതയെ ലക്ഷ്മണനെ കൊണ്ട് കാട്ടിൽ ഉപേക്ഷിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ കാട്ടിൽ ഉപേക്ഷിച്ച സീതയെ വാൽമീകി മഹർഷിയാണ് ആശ്രമത്തിൽ വളർത്തിക്കൊണ്ടുവരുന്നത്. ഗർഭിണിയായ സീതയെയാണ് കാട്ടിൽ ഉപേക്ഷിക്കുന്നത്. സീതയ്ക്ക് 2 പുത്രന്മാരുണ്ടായി. ഈ പുത്രന്മാർ രാമകഥയുമായി, വാൽമീകി മഹർഷി എഴുതിയ രാമായണവുമായി കൊട്ടാരത്തിൽ, ശ്രീരാമന്റെ കൊട്ടാരത്തിൽ ചെന്ന് രാമകഥ പറഞ്ഞു കേൾപ്പിക്കുകയാണ്. ആ സമയത്ത് സീത ഇക്കാര്യം, സീതയുടെ വിധി മുഴുവൻ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഉടജാന്തവാടിയിൽ ആശ്രമത്തിന്റെ ഒരരികിൽ ഉള്ള ഒരു പുൽത്തകടിയിൽ ഇരുന്ന് സീത ചിന്തിക്കുകയാണ്. ആ ചിന്തിക്കുന്നതിന്റെ അവസാനം സന്ധ്യയായി സമയത്ത് വാൽമീകി തിരിച്ചു വന്ന് പറയാണ്, സീതേ, ഇനി വിഷമിക്കേണ്ട കാര്യമില്ല. രാജാവ് കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്, കൊട്ടാരത്തിലേക്ക് വിളിച്ചിട്ടുണ്ട്, തിരിച്ചു വിളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ സീത പറഞ്ഞ മറുപടിയുണ്ട്, അരുതെന്തൈ വീണ്ടും എത്തി ഞാൻ ഉടനെ തിരുമുമ്പിൽ തെളിവേകി ദേവിയായി മരുവീടണമെന്നു മന്നവൻ കരുതുന്നുവോ ശരി പാവയോ ഇവൾ. ഞാനൊരു പാവയാണോ? വേണമെന്ന് തോന്നുമ്പോൾ വേൽക്കുവാനും
തോന്നുമ്പോൾ ഉപേക്ഷിക്കുവാനും സ്ത്രീ എന്താണോ പാവയാണോ, എല്ലാ സ്ത്രീകൾക്കും വേണ്ടിയാണ്, ലോകത്തിലെ എല്ലാ സ്ത്രീകൾക്കും വേണ്ടിയാണ് സീത, ആശാന്റെ സീത അവിടെ ശബ്ദിക്കുന്നത്. അതുപോലെ സ്ത്രീക്ക് വേണ്ടി ശബ്ദിക്കുന്ന ഒരു ചെറുകഥയാണ് ഗൗളി ജന്മവും. മിക്കവാറും എല്ലാ കഥകളും സ്ത്രീക്ക് വേണ്ടിയാണ്, സ്ത്രീയുടെ സമത്വത്തിനു വേണ്ടിയാണ്, സ്ത്രീയെ ഭരിക്കുന്ന ഈ പുരുഷ മേൽക്കോയ്മ എന്നുള്ള പൊതുബോധത്തിനെതിരെയാണ് ഈ ശബ്ദം. നമുക്ക് കഥയിലേക്ക് കടക്കാം. ഗൗളി ജന്മം. ഗ്രേസി. നഗരത്തിലെ പ്രസിദ്ധമായ ഒരു ആശുപത്രിയിൽ 2 ഗൗളികൾ പാർത്തിരുന്നു. നഗരത്തിലെ പ്രസിദ്ധമായ ഒരു ആശുപത്രിയിൽ 2 ഗൗളികൾ പാർത്തിരുന്നു. ഇതൊരു ആശുപത്രിയാണ്, അന്തരീക്ഷം. ആശുപത്രിയിൽ കിടക്കുന്ന ഒരു സമയത്ത് ഗ്രേസി ടീച്ചർക്ക് ഒരു അനുഭവം ഉണ്ടായിരുന്നു. എറണാകുളത്ത് ഒരു പ്രസിദ്ധമായ ആശുപത്രിയിൽ കിടക്കുമ്പോൾ ആശുപത്രിവാസം ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. ആ ആശുപത്രിവാസം വരുമ്പോൾ അത് ആർക്കും ഇഷ്ടമുണ്ടാവില്ല അല്ലേ? 4 ചുമരുകൾക്കുള്ളിൽ നമ്മൾ ഇങ്ങനെ ഏകാന്തത കുടിച്ച് വല്ലപ്പോഴും ഒരു ഡോക്ടറോ വരും, അതുപോലെ ചില സന്ദർശകർ വരും. എന്നാൽ ഗ്രേസി ടീച്ചർക്ക് സന്ദർശകർ വരുന്നത് ഒട്ടും ഇഷ്ടമായിരുന്നില്ല. അങ്ങനെ ഒരു സന്ദർശകർ വരുന്ന ആ കാര്യങ്ങളൊക്കെയാണ് ഗൗളി ജന്മത്തിൽ പറയുന്നത്. 2 ഗൗളിയിലൂടെയാണ് കഥ വരുന്നത്. സാധാരണ നമ്മൾ വളരെ ഏകാന്തമായ ഒരു മുറിയിൽ കിടക്കുമ്പോൾ പല്ലികളെയൊക്കെ ആകാശത്തേക്ക് ഇങ്ങനെ റൂഫിലൊക്കെ പല്ലികൾ നടക്കുന്നതൊക്കെ കാണും. അങ്ങനെ 2 പല്ലികളിലൂടെ വികസിക്കുന്ന ഒരു കഥയാണ്, പല്ലികൾ പറയുന്ന മനുഷ്യരുടെ കഥയാണ് ഇവിടെ ഗൗളി ജന്മത്തിലൂടെ ഗ്രേസി ടീച്ചർ പറയുന്നത്. ഇവിടുത്തെ അന്തരീക്ഷം ആശുപത്രി മുറിയാണ്. നഗരത്തിലെ പ്രസിദ്ധമായ ഒരു ആശുപത്രിയിൽ 2 ഗൗളികൾ പാർത്തിരുന്നു. ഒരു ആൺഗൗളിയും ഒരു പെൺഗൗളിയും. 2 പേരാണ്, ഒരു ആൺഗൗളിയും ഒരു പെൺഗൗളിയും. യാതനാനിർഭരമായ ആശുപത്രി ജീവിതം ഒരു തുടർനാടകം പോലെ. യാതനാനിർഭരമായ ആശുപത്രിയിൽ അങ്ങനെ ഒരു സുഖമൊന്നും ഉണ്ടാവില്ല അല്ലേ? ആശുപത്രിയിൽ എപ്പോഴും എന്തെങ്കിലും അസുഖമായിട്ടായിരിക്കും. ഒരു തുടർനാടകം പോലെ. ആശുപത്രിയിൽ എന്നും വസിക്കാനുള്ള സ്ഥലമല്ല. കുറച്ചു നാൾ, ഒരാഴ്ച, 2 ആഴ്ച, കൂടിയാൽ 1 മാസം, ഇങ്ങനെയൊക്കെയാണ് ആശുപത്രിയിൽ വസിക്കുക. പക്ഷെ പല്ലികൾ അവിടെ സ്ഥിരമായി താമസിക്കുന്നവരാണ്. അവർ അസുഖമായിട്ടല്ല വന്നിരിക്കുന്നത്. അവരുടെ വീട് അവിടെയാണ്, കൂട് അവിടെയാണ്. അവിടെ താമസിക്കുമ്പോൾ ആശുപത്രിയിലെ യാതനാനിർഭരമായ ജീവിതം ഒരു തുടർനാടകം പോലെയാണ്. തുടർനാടകം എന്ന് പറയാൻ എന്താണ് കാരണം? ഒരു രോഗി വന്ന് അതിന്റെ രോഗം മാറി പുറത്തു പോയി കഴിഞ്ഞാൽ ഉടനെ ആ റൂം ക്ലീൻ ചെയ്ത് വേറൊരു രോഗിക്ക് കൊടുക്കും. അതുകൊണ്ടാണ് ഇത് ആശുപത്രിയിലെ വാസം തുടർനാടകം പോലെ. പല്ലികൾ മുകളിലിരുന്ന് ഈ കാഴ്ചകൾ മുഴുവൻ കണ്ടിരിക്കുകയാണ്. ഒരു രോഗി വന്ന് അടുത്ത സീനില് വേറെ രോഗി വരുന്നു. ഇങ്ങനെ ഓരോരുത്തരുടെ കഥയും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പല്ലികൾ. ഒരു ആൺഗൗളിയും ഒരു പെൺഗൗളിയും. യാതനാനിർഭരമായ ആശുപത്രി ജീവിതം ഒരു തുടർനാടകം പോലെ കണ്ട് വിഷണ്ണരായി തീർന്ന ഒരു സാധനം തന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഓരോ കാര്യങ്ങളും എല്ലാതും യാതനാനിർഭരമാണ്. ഒന്നുകിൽ രോഗി മരിച്ചു പോകും, മുറിവ് പറ്റി കരയുന്നുണ്ടായിരിക്കും. രോഗം വന്ന് മരിക്കാൻ പോകുമ്പോൾ ബന്ധുക്കളൊക്കെ നിന്ന് കരയുന്നുണ്ടായിരിക്കും. ഇങ്ങനെ വേറെ നല്ല സന്തോഷമുള്ള കാര്യങ്ങളൊന്നും ഇവർക്ക് കാണാനില്ല. അങ്ങനെ വിഷണ്ണരായി തീർന്നിരിക്കുകയാണ്. വിഷണ്ണരായി തീർന്നിരിക്കുന്ന പറഞ്ഞാൽ ഭയങ്കര സങ്കടമാണ്, വിഷാദമാണ് അവർക്ക്. അങ്ങനെ തീർന്നിരിക്കുന്ന ആ സമയത്ത് അവർ ആരോഗ്യത്തിന് ഹാനികരം എന്ന് എവിടെയാ ഒരു മുന്നറിയിപ്പ് ഉണ്ടാവുക? നമ്മൾ സിനിമയിലൊക്കെ സിഗരറ്റ് വലിക്കുന്നതിൻ്റെയോ അല്ലെങ്കിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും പുകവലി ആരോഗ്യത്തിന് ഹാനികരം. ഇപ്പോൾ സിനിമയിലൊരു സീൻ കാണിക്കുകയാണ്, മദ്യപാനത്തിൻ്റെ സീൻ കാണിക്കുന്ന വെച്ചാൽ അതിൻ്റെ അടിയിൽ ഇങ്ങനെ വരും, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. അതുപോലെ ആശുപത്രികളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും പുകവലി ആരോഗ്യത്തിന് ഹാനികരം.
മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം എന്നൊക്കെ പറഞ്ഞ് ബോധവൽക്കരണത്തിന് വേണ്ടി ചില നോട്ടീസുകൾ പതിക്കാറുണ്ട്. അങ്ങനെ ഒരു ബോർഡ് ഹാനികരം എന്ന മുന്നറിയിപ്പ് ചീന്തി എറിഞ്ഞ് അവിടെ ആശുപത്രിയിൽ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഭാഗമൊക്കെ ഇളക്കിയെടുത്ത് ദാമ്പത്യം ശീലിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളേ ആയിരുന്നുള്ളൂ. അപ്പൊ എന്താ സംഭവം? ഈ 2 പല്ലികളും കല്യാണം കഴിച്ചിട്ട് കുറച്ച് നാളുകളേ ആയിരുന്നുള്ളൂ. കുറച്ച് നാളുകള് അവര് എവിടെയാണ് ദാമ്പത്യം ശീലിക്കാനായിട്ട് അവരുടെ വീട് തിരഞ്ഞെടുത്തത്? ആരോഗ്യത്തിന് ഹാനികരം എന്ന ആ ബോർഡ് വലിച്ചു ചീന്തി അതിൻ്റെ ഉള്ളിലാണ് അവർ ദാമ്പത്യം ശീലിക്കുന്നത്, ദാമ്പത്യം തുടങ്ങിയത്. അതായത് എന്താണ് അവിടെ പറയാതെ പറയുന്നത്? എന്താണ് അതിന്റെ ധ്വനി? ദാമ്പത്യം ആരോഗ്യത്തിന് ഹാനികരമാണ്. ഈ അവസ്ഥയിൽ ഇന്നല്ല പണ്ടും ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഡൈവോഴ്സുകൾ. പല ദാമ്പത്യങ്ങളും അത് സക്സസ് ആവാതെ ഡൈവോഴ്സിലെത്തുന്നു. ഇന്നും നമുക്ക് കാണാം പല ദമ്പതികളും ആദ്യത്തെ ഒക്കെ കുറെ സന്തോഷമൊക്കെ കഴിയുമ്പോൾ പിന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചളി വാരിയറിയല്, കുറ്റം പറയല്, ഇതൊക്കെ കഴിഞ്ഞ് ചില ദമ്പതികള് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് നീട്ടിക്കൊണ്ട് പോകാറുണ്ട്. പക്ഷെ പലയിടത്തും നമുക്ക് കാണുന്നത് പല പ്രാരാബ്ധങ്ങളാലും അവരുടെ ദാമ്പത്യം കലഹത്തിൽ അവസാനിക്കുന്നതാണ്. അത് ഇന്നത്തെ കാലത്ത് മാത്രമല്ല, പണ്ടും ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് പല കലഹങ്ങളും ഡൈവോഴ്സിൽ എത്തിച്ചേരുകയാണ്, ആ ദമ്പതികൾ പിരിയുന്നതിൽ എത്തിച്ചേരുകയാണ്. അപ്പോൾ ഒരുപാട് കൗൺസിലർമാരൊക്കെ കൗൺസിൽ ചെയ്ത് അവരെ മാറ്റാറുണ്ട്, അതിൽ നിന്ന് പിന്തിരിപ്പിക്കാറുണ്ട്, ബോധവൽക്കരണം നടത്താറുണ്ട്, ബോധവൽക്കരണ ക്ലാസുകൾ നടത്താറുണ്ട്. അതുകൊണ്ടാണ് ദാമ്പത്യം ഇവിടെ ആരോഗ്യത്തിന് ഹാനികരമെന്ന് പറയുന്നത്. പ്രത്യേകിച്ചും ഗ്രേസ് ടീച്ചർ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ദാമ്പത്യം ആരോഗ്യത്തിന് ഹാനികരം. അത് മദ്യം പോലെ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട കാര്യമാണ്. അത് ആദ്യമൊക്കെ കുറേ മയക്കി നമ്മൾ കല്യാണം കഴിക്കുമെങ്കിലും പിന്നീട് അത് അവരുമായി പൊരുത്തപ്പെട്ട് അന്യോന്യം ഓരോരുത്തരുടെയും അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും മാനിച്ച് പരസ്പരം മാനിച്ച് ജീവിച്ചെങ്കിൽ മാത്രമേ ദാമ്പത്യം സുഖകരമാവുകയുള്ളൂ. 2 വ്യക്തികൾ തമ്മിലുള്ള കൂടിച്ചേരലാണ് ദാമ്പത്യം. അത് സുഖകരമാവണമെങ്കിൽ, നല്ല ദാമ്പത്യമാവണമെങ്കിൽ, നല്ല ജീവിതമാവണമെങ്കിൽ അന്യോന്യം തിരിച്ചറിയണം. അങ്ങോട്ടും ഇങ്ങോട്ടും കളവ് കാണിച്ച് അഭിനയിച്ച് ജീവിച്ചാൽ അത് ഒരിക്കലും നല്ല ദാമ്പത്യമാവുകയില്ല. അങ്ങനെ ഈ പല്ലികള് ഇവിടെ ദാമ്പത്യം ശീലിക്കാൻ തുടങ്ങിയിട്ട് ആഴ്ചകളേ ആയിട്ടുള്ളൂ. എത്ര നാളായി? ഒരു തുടർനാടകം പോലെ കണ്ട് വിഷണ്ണരായി തീർന്ന അവർ ആരോഗ്യത്തിന് ഹാനികരമെന്ന മുന്നറിയിപ്പ് ചീന്തിയെറിഞ്ഞ് ദാമ്പത്യം ശീലിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളേ ആയിട്ടുള്ളൂ. ആഴ്ചകളൊന്നും ആയിട്ടില്ല കേട്ടോ, കുറച്ച് ദിവസങ്ങളേ ആയിട്ടുള്ളൂ. ആസക്തി പെയ്തൊഴിഞ്ഞപ്പോൾ തെളിഞ്ഞ കണ്ണുകളോടെ അവർ മുറിയാകെ നിരീക്ഷിച്ചു. അതുവരെ അവരുടെ കണ്ണിങ്ങനെ മയക്കത്തിൽ പെട്ടിരിക്കുകയാണ്. പുതിയ ദാമ്പത്യം ശീലിക്കുകയാണ്, അവരുടെ ഹണിമൂണാണ്. ആ സമയത്ത് വേറെ ഒരു കാര്യവും അവർ കാണില്ല. അവർ പരസ്പരം നല്ല കാര്യങ്ങൾ മാത്രമേ കാണുള്ളൂ. ഇപ്പൊ കാമുകന്മാര് അവർ തമ്മിൽ ഒരു തല്ലൂട്ടം ഉണ്ടാവില്ല. കാരണം കാമുകിക്ക് പറയാനുള്ള നല്ല കാര്യങ്ങൾ, കാമുകനെ കുറിച്ചുള്ള വർണ്ണനകൾ മാത്രമേ പറയുന്നുള്ളൂ, കാമുകനെ പുകഴ്ത്തുന്നേ ഉള്ളൂ. അതുപോലെ കാമുകിയുടെ നല്ല വശങ്ങൾ മാത്രമേ കാമുകനും കാണുന്നുള്ളൂ. അതുപോലെ കല്യാണം കഴിഞ്ഞ ഉടനെയാണെങ്കിൽ ഭാര്യയുടെ നല്ല വശങ്ങൾ മാത്രം കണ്ട്, ഭർത്താവിന്റെ നല്ല വശങ്ങൾ മാത്രം കണ്ട് അന്യോന്യം അനുരാഗ വിവശരായി അവരുടെ ദോഷങ്ങളൊന്നും കാണില്ല. കുറച്ചു നാൾ കഴിയുമ്പോൾ അവർ പരസ്പരം അറിയാൻ തുടങ്ങും, യഥാർത്ഥ മുഖം അറിയാൻ തുടങ്ങും. ചില യാഥാർത്ഥ്യങ്ങളോട് പരസ്പരം പൊരുത്തപ്പെടാതെ വരുമ്പോഴാണ് ദാമ്പത്യം ഇങ്ങനെ മങ്ങിപ്പോകുന്നത്. എന്നാൽ ഇത് എല്ലാ വ്യക്തികളിലും ഉണ്ടായിരിക്കും എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുകയാണെങ്കിൽ, ഓരോ വ്യക്തിയുടെയും ഗുണവും ദോഷവും തമ്മിൽ മനസ്സിലാക്കി പൊരുത്തപ്പെട്ടാണ് ജീവിക്കേണ്ടത്. ഇവിടെ കുറച്ച് ദിവസങ്ങളേ ആയിട്ടുള്ളൂ, അതുകൊണ്ട് ആസക്തിയായിരുന്നു ഇവർക്ക്. ആസക്തി പെയ്തൊഴിഞ്ഞപ്പോഴാണ് ചുറ്റുമുള്ളതൊക്കെ കാണാൻ തുടങ്ങിയത്. അതുവരെ ഒരു പാട വന്ന് കണ്ണിനെ മൂടിയിരിക്കുകയാണ്.
വേറൊന്നും കാണുന്നില്ല. താൻ തൻ്റെ ഭാര്യയെ മാത്രമേ കാണുന്നുള്ളൂ, ഭാര്യ ഭർത്താവിനെയും. മറ്റൊന്നും അവർ അവിടെ കണ്ടിരുന്നില്ല. അവരുടേതായ ഒരു ലോകത്ത് അവർ ജീവിക്കുകയായിരുന്നു. അതാണ് അവിടെ പറഞ്ഞത്. ആസക്തി പെയ്തൊഴിഞ്ഞപ്പോൾ തെളിഞ്ഞ കണ്ണുകളോടെ അവർ മുറിയാകെ നിരീക്ഷിച്ചു. അവശനായി കിടക്കുന്ന യുവാവും അവന്റെ കാൽക്കീഴിൽ യുവതിയും അപ്പോഴും ഒരു നിശ്ചല ദൃശ്യം തന്നെയായിരുന്നു. അപ്പൊ മുൻപ് ഇവരെ കണ്ടിട്ടുണ്ട്. അതാണ് അപ്പോഴും നിശ്ചല ദൃശ്യം പോലെ തന്നെ ആയിരുന്നു. അവിടെ അവശനായി കിടക്കുന്ന, കട്ടിലിൽ ആ മുറിയിൽ അവശനായി കിടക്കുന്ന ഒരു യുവാവുണ്ട്. അയാളാണ് രോഗി, അവശനാണ്, ഇപ്പൊ മരിച്ചു പോകുമെന്ന് പോലെ. അതേപോലെ കട്ടിലിന്റെ ഓരത്ത് ഒരു സ്ത്രീയും, അയാളുടെ ഭാര്യയാണ്. ആ യുവതിയും ചിത്രത്തിൽ എഴുതിയതുപോലെ നിശ്ചലയായിട്ടിരിക്കുകയാണ്. മുഖത്ത് വേറെ യാതൊരു ഭാവഭേദവുമില്ല. അവർക്ക് സ്വപ്നം കാണാൻ ഇനി ഒന്നുമില്ല, ദുഃഖം മാത്രമാണ്. ഭർത്താവ് മരണക്കിടക്കയിലാണ്. അതുപോലെ യാതൊരു അനക്കവുമില്ലാതെ ചിത്രത്തിൽ എഴുതിയതുപോലെ അവർ നിശ്ചലയായി ഇരിക്കുകയാണ്. അപ്പോൾ ഇവർ ആസക്തിയൊക്കെ പെയ്തൊഴിഞ്ഞ് നോക്കിയപ്പോഴും ഇവർ രണ്ടുപേരും അതേപോലെയുണ്ട്. രോഗി അവിടെ കട്ടിലിൽ അവശനായി കിടക്കുന്നു, ഇവിടെ ഭാര്യയും നിശ്ചലയായി ഈ രോഗിയെയും നോക്കി ഇരിക്കുന്നു. യുവതിയുടെ കണ്ണുകളിൽ ആരുടെ ഹൃദയത്തെയും ഈർന്നു മുറിക്കുന്ന ഒരു ശൂന്യത കണ്ട് ആൺകൗളി അസ്വസ്ഥനായി. യുവതിയുടെ കണ്ണുകളിൽ ആരുടെ ഹൃദയത്തെയും ഈർന്നു മുറിക്കുക എന്ന് പറഞ്ഞാൽ ഈർച്ചവാള്, മരം മുറിക്കുന്ന ഒരു വാളുണ്ട്. ഇങ്ങനെ ഈർന്ന് മുറിക്കുക, അതിനെ ഈർച്ചവാൾ എന്നാണ് പറയാ. അത് ഈർന്നു മുറിക്കുക. ആരുടെ ഹൃദയത്തെയും ഒരു അറക്കവാൾ കൊണ്ട് ഈർന്നു മുറിക്കുന്ന തരത്തിലുള്ള ഒരു നിർവികാരതയാണ് ആ യുവതിയുടെ കണ്ണുകളിൽ കണ്ടത്. ഒരു നിർവികാരതയാണ്. അത് കണ്ടപ്പോൾ ആൺകൗളി ആകെ അസ്വസ്ഥനായി തീർന്നു. യുവതിയുടെ കണ്ണുകളിൽ ആരുടെ ഹൃദയത്തെയും ഈർന്നു മുറിക്കുന്ന ഒരു ശൂന്യത കണ്ട് ആൺകൗളി അസ്വസ്ഥനായി. രണ്ട് പാതുകങ്ങളുടെ, എന്താണ് പാതുകം? രണ്ട് ചെരുപ്പ്. രണ്ട് പാതുകങ്ങളുടെ കുളമ്പടി ശബ്ദം കേട്ട് അവന്റെ ശ്രദ്ധ മുറിയുടെ വാതിൽക്കലേക്ക് തെന്നി. രണ്ട് പാതകങ്ങളുടെ കുളമ്പടി ശബ്ദം. അപ്പൊ സാധാരണ ചെരുപ്പൊന്നല്ല, നല്ല മടമ്പ് ഉയർന്നിട്ടുള്ള ഹീലുള്ള ചെരുപ്പിട്ട് ടക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഒരു കുളമ്പടി ശബ്ദമാണ്. കുളമ്പടി ശബ്ദം എന്ന് പറഞ്ഞാൽ കുതിര വരുന്നത് പോലെ, ഇങ്ങനെ പടാ ഇടിച്ചിട്ട്. ആശുപത്രിയിലാണ് വരുന്നതെന്നൊന്നും ഒരു ഓർമ്മയില്ലാണ്ട് ഒരു കുളമ്പടി ശബ്ദം കേട്ടപ്പോൾ ഗൗളി പെട്ടെന്ന് ശ്രദ്ധിച്ചു. ഗൗളി ഇങ്ങനെ പല്ലി ഇങ്ങനെ തലാട്ടുന്നത്, പെട്ടെന്ന് തല ഇങ്ങനെ തിരിക്കുന്നത് കണ്ടിട്ടില്ലേ? അതേപോലെ ഗൗളി ആരാണ് വരുന്നതെന്ന് അങ്ങോട്ട് തല തിരിച്ച് നോക്കി. രണ്ട് പാതുകങ്ങളുടെ കുളമ്പടി ശബ്ദം കേട്ട് അവന്റെ ശ്രദ്ധ മുറിയുടെ വാതിൽക്കലേക്ക് തെന്നി. ഇരുട്ട് കുത്തനെ പതിച്ചതുപോലെ മുറിയിലേക്ക് കടന്ന സന്ദർശകയെ കണ്ട് ആൺകൗളി പെൺകൗളിയോട് പറഞ്ഞു. ഇരുട്ട് കുത്തനെ പതിച്ചതുപോലെ, ഒരു നെഗറ്റീവ് എനർജി ഇങ്ങനെ പ്രവേശിച്ചതുപോലെ. സ്ത്രീ ഇരുട്ട് കുത്തനെ പതിച്ചതുപോലെയാണ് അവരുടെ വരവ്. അവരുടെ രൂപം കറുത്തതായതാണോ പറഞ്ഞിരിക്കുന്നത്? അല്ല, അവരുടെ ഉള്ളിൽ നിറയെ വിഷമാണ്. നല്ല ഒരു സ്ത്രീയല്ല. അതുകൊണ്ടാണ് ഇരുട്ട് കുത്തിനെ പതിച്ചതുപോലെ മുറിയിലേക്ക് കടന്നത്. അവർ ഒരു നന്മ നിറഞ്ഞവരാണെങ്കിൽ വെളിച്ചവും കൊണ്ടാണ് വരുന്നതെന്നാണ് പറയാ. പക്ഷെ ഇത് ഒരു നന്മ നിറഞ്ഞ സ്ത്രീയല്ല, ദുഷ്ട സ്ത്രീ ആയിരിക്കണം. അതുകൊണ്ടാണ് ഇരുട്ട് കുത്തിനെ പതിച്ചതുപോലെ മുറിയിലേക്ക് കടന്ന സന്ദർശകയെ കണ്ട് ആൺകൗളി പെൺകൗളിയോട് പറഞ്ഞു. നോക്കൂ, ഈ പെൺപിറന്നവർക്ക് ചാകാൻ കിടക്കുന്ന ഈ ചെറുപ്പക്കാരനോടോ അവന്റെ സുന്ദരിയായ ഭാര്യയോടോ തെല്ലും അനുതാപമോ കാരുണ്യമോ ഇല്ല. രോഗമില്ലാത്തവൻ രോഗിയെ സന്ദർശിക്കുന്നത് തൻ്റെ ആരോഗ്യ തരംഗം കൊണ്ട് ആ പാവത്തെ വശക്കേടിലാക്കാനാണ്. അപ്പൊ ആൺകൗളി പെൺകൗളിയോട് പറയും, നോക്കൂ, ഈ സന്ദർശകയ്ക്ക് ഈ പെൺപിറന്നവർക്ക് എന്നാണ് പറയുന്നത്. ഈ പെൺപിറന്നവർക്ക് ഈ കിടക്കുന്ന രോഗിയോടോ അവരുടെ
പാവം ഭാര്യയോടോ, സുന്ദരിയായ ഭാര്യയോടോ. ഇപ്പൊ ഇത്തിരി അസൂയ കൂടിയുണ്ട്. സുന്ദരിയായ ഭാര്യയോടോ, ഇപ്പൊ വിധവയാവാൻ പോകുന്നവളാണ്. സ്ത്രീ യുവത്വത്തിൽ തന്നെ ഒരു തെല്ലും അനുതാപമില്ല, ഒരു തെല്ലും സ്നേഹമില്ല, കാരുണ്യമില്ല. ആ വരവ് കണ്ടാലറിയാം. ഇങ്ങനെ ആടയാഭരണങ്ങളൊക്കെ അണിഞ്ഞ് വേഷഭൂഷാദികളോടെ സുന്ദരിയായി ഇരുട്ട് കുത്തനെ കടന്നു വരുന്നത് പോലെ. നമ്മൾക്ക് വേഷത്തിലൊക്കെ നോക്കണം അല്ലേ. നമ്മള് അലങ്കാരം പഠിച്ചപ്പോ പറഞ്ഞു, വേഷം നമ്മളുടെ ഔചിത്യമാണ്. ഒരു കല്യാണത്തിന് പോകുന്നത് പോലെയല്ല ആശുപത്രിയിൽ പോകേണ്ടത്, കല്യാണത്തിന് പോകുന്നത് പോലെയല്ല മരുന്ന് വീട്ടിലേക്ക് പോകുന്നത്, വിരുന്ന് പോകുന്നത് പോലെയല്ല സ്കൂളിലേക്ക് വരേണ്ടത്. ഇതൊക്കെ നമ്മുടെ ഔചിത്യമാണ്. ഈ സ്ത്രീ മടമ്പുയർന്ന ചെരുപ്പിട്ട് പതുക്കെ വരേണ്ട, സൈലന്റ് ആണ്. ആശുപത്രി ശാന്തമായിരിക്കണം. ശബ്ദം പോലും വേദന ഇടിപ്പിക്കും രോഗികൾക്ക്. അങ്ങനെയുള്ള ആശുപത്രിയിലേക്ക് കുളമ്പടി ശബ്ദത്തോടു കൂടിയാണ്, മടമ്പുയർന്ന ചെരുപ്പിന്റെ കുളമ്പടി ശബ്ദത്തോടു കൂടിയാണ് എത്തുന്നത്. അപ്പോ നോക്കൂ, ഈ പെൺപിറന്നവർക്ക് ചാകാൻ കിടക്കുന്ന ഈ ചെറുപ്പക്കാരനോടോ അവന്റെ സുന്ദരിയായ ഭാര്യയോടോ തെല്ലും അനുതാപമോ കാരുണ്യമോ ഇല്ല. രോഗമില്ലാത്തവൻ രോഗിയെ സന്ദർശിക്കുന്നത് തന്റെ ആരോഗ്യ തരംഗം കൊണ്ട് ആ പാവത്തെ വശക്കേടിലാക്കാനാണ്. ഈ രോഗമില്ലാത്ത ആൾക്കാരൊക്കെ ഇവിടെ രോഗിയെ കാണാൻ വന്നു, അയ്യോ പാവം എന്താ പറ്റിയത്, ഭയങ്കര ക്ഷീണായല്ലോ എന്നൊക്കെ പറഞ്ഞാല് ഈ രോഗിക്ക് ഒട്ടും ആശ്വാസം ഉണ്ടാവില്ല. നല്ല വാക്കുകളാണ് പറയേണ്ടത്. വേഗം മാറും കേട്ടോ എന്നൊക്കെ പറയുകയാണെങ്കിൽ കുറച്ച് ആശ്വാസമാവും. അവരോട് കൂടെ ചേർന്ന് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കൊടുക്കുക, ഇത്തിരി വെള്ളം കൊടുക്കുവോ, അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു ആശ്വാസമാണ്. ഇത് അങ്ങനെയില്ല. രോഗമില്ലാത്ത രോഗികൾ സന്ദർശനത്തിന് എന്ന പോലെ വന്ന് ഒരുപാട് നിഷേധ വാക്കുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ രോഗിക്ക് രോഗം മൂർച്ഛിക്കുകയേയുള്ളൂ. അങ്ങനൊരു സന്ദർശകയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. തെല്ലും അനുതാപമോ കാരുണ്യമോ ഇല്ല. രോഗമില്ലാത്തവൻ രോഗിയെ സന്ദർശിക്കുന്നത് തന്റെ ആരോഗ്യ തരംഗം കൊണ്ട്. അവിടെ രോഗമില്ലാത്ത ആൾക്കാരെ രോഗിയെ സന്ദർശിക്കുന്നത് കണ്ടാൽ എനിക്ക് എന്താ ആരോഗ്യം, എന്താ എൻ്റെ ഒരു ഭംഗി, എന്താ എൻ്റെ ഒരു സൗഭാഗ്യം, നിങ്ങളുടെ പോലെ ഒന്നല്ല, നിങ്ങളുടെ കെട്ടിയ ഇപ്പൊ ചത്തുപോകും, ഞാൻ ആരാ സൗഭാഗ്യവതി എന്നൊക്കെ പറഞ്ഞ് തൻ്റെ സമ്പത്തും തൻ്റെ ആരോഗ്യവും ഒക്കെ പ്രദർശിപ്പിച്ച് മേന്മ നടിക്കാനാണ്. ഗ്രേസി ടീച്ചർക്ക് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല ഗ്രേസി ടീച്ചറെ ആശുപത്രിയിലായിരിക്കുമ്പോൾ സന്ദർശിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു കഥയിൽ ഇങ്ങനെ ഒരു സന്ദർശകയെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. സ്വൈര്യമായി ചാകാൻ കൂടി സമ്മതിക്കില്ല ഈ പാവം, ഈ വർഗം. സന്ദർശകം ഒഴിയുന്നത് ചെവിയോർത്താൽ നിനക്കത് മനസ്സിലാവും. സ്വൈര്യമായി ചാകാൻ കൂടി സമ്മതിക്കില്ല ഈ വർഗം. അത് മരിക്കാൻ കിടക്കാണ്. ഒരു ശാന്തമായിട്ട് സ്വൈര്യമായി മരിക്കുന്ന ഉറപ്പുണ്ട്. സ്വൈര്യമായി മരിക്കാൻ കൂടി ഈ വർഗം ഇങ്ങനെ സന്ദർശകനും കൊണ്ട് സമ്മതിക്കില്ല. സന്ദർശകം ഒഴിയുന്നത് ചെവിയോർത്താൽ നിനക്കത് മനസ്സിലാകും. സന്ദർശക എന്താ പറയണതൊന്നൊന്ന് നീ ഒന്ന് ചെവി ഓർത്തു നോക്കൂ, അപ്പൊ മനസ്സിലാവും. സന്ദർശക ചിത്രത്തിൽ എഴുതിയ പോലെ ഇരിക്കുന്ന യുവതി അപ്പോഴും ഇങ്ങനെ നിശ്ചലയായി എന്തോ ആലോചിച്ച് നിർവികാരയായി ഇരിക്കുകയാണ്. സന്ദർശക ചിത്രത്തിൽ എഴുതിയതുപോലെ ഇരിക്കുന്ന യുവതിയുടെ ചുമലിൽ കൈത്തലം അർപ്പിച്ച് നെടുവീർപ്പിട്ടു. അവിടെ യുവതിയുടെ പോയിട്ട് തോളിൽ കൈവച്ച് ഓ എന്ന് പറഞ്ഞിട്ട് നെടുവീർപ്പിട്ടു. എൻ്റെ കസിൻ ഇതുപോലെ തന്നെ ആക്സിഡന്റിൽ പെട്ട് പിന്നെ മഞ്ഞപ്പിത്തം കയറിയാണ് തുലഞ്ഞത്. സന്ദർശകർ പറയാണ്, ഇതുപോലെ തന്നെ ഒരു ആക്സിഡന്റിൽ പെട്ടിട്ട് എൻ്റെ കസിൻ ഇതുപോലെ തന്നെ മഞ്ഞപ്പിത്തം വന്നാണ് തുലഞ്ഞത്. അതായത് എൻ്റെ കസിൻ്റെ പോലെ ഇപ്പൊ ഇയാളും മരിക്കും എന്നാണ് അവിടെ ദുസൂചനയോടെ പറയുന്നത്. എൻ്റെ ഒരു കസിൻ ഇതുപോലെ തന്നെ ആക്സിഡന്റിൽ പെട്ട് പിന്നെ മഞ്ഞപ്പിത്തം കയറിയാണ് തുലഞ്ഞത്. യുവതിയാണെന്ന് വെച്ചാൽ ഇവരെ കുറെ പണ്ടേ അറിയണതാണ് ഇവരുടെ സ്വഭാവമൊക്കെ. അതുകൊണ്ട് യാതൊരു പ്രതികരണവും കാണിച്ചില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ചീത്ത പറയാനും മുതിർന്നില്ല, പോകാം എന്ന് പറഞ്ഞ് ആട്ടി ഓടിക്കാനും നിന്നില്ല. യുവതിയിൽ പ്രതികരണം ഒന്നുമില്ലെന്ന് കണ്ട് ഊറി വരുന്ന നൈരാശ്യം. യുവതി പ്രതികരിക്കുന്നതാണ് വിചാരിച്ചത്, അപ്പൊ അത് നിരാശയായി.
ഊറി വരുന്ന നൈരാശ്യം അമർത്തി തുടച്ച് സന്ദർശക തുടർന്നു. എന്നാലും വിട്ടുകൊടുക്കാനായിട്ട് തീരുമാനിച്ചില്ല. പ്രതികരിക്കണ വരെ ഞാനത് പറയും എന്നുള്ള രീതിയിൽ വീണ്ടും തുടർന്നു. ഓ, നീ തളരരുത് ആരതി, എനിക്ക് അത് അങ്ങനെ ഇതില് വിഷമൊന്നും വിചാരിക്കണ്ട. അപ്പൊ തളർച്ചയോടെ ഇരിക്കുന്ന ആൾക്കാർക്ക് കൂടുതൽ വിഷമാവും, കരയാതെ ഇരിക്കുന്ന ആളും ചിലപ്പോൾ പൊട്ടി കരഞ്ഞു പോവും. അങ്ങനെയൊക്കെ പറയുമ്പോ നീ തളരരുത് ആരതി, നിനക്ക് ചെറുപ്പമല്ലേ, ജീവിതം ഇതുകൊണ്ടൊന്നും അവസാനിക്കില്ല. നീ പ്രഗ്നന്റും മറ്റോ ആണോ? നീ ചെറുപ്പല്ലേ, നിന്റെ ജീവിതം ഇതുകൊണ്ടൊന്നും അവസാനിക്കില്ല. ഇയാള് മരിച്ചുപോയി, നിനക്ക് വേറെ കല്യാണം കഴിക്കാലോ. അല്ല, നീ പ്രഗ്നന്റും മറ്റോ ആണോ എന്നാണ് അവിടെ ചോദിക്കുന്നത്. നീ തളരരുത് ആരതി, നിനക്ക് ചെറുപ്പമല്ലേ, ജീവിതം ഇതുകൊണ്ടൊന്നും തീർന്നു പോവുകയില്ല. നീ പ്രഗ്നന്റും മറ്റോ ആണോ? എങ്കിൽ അതങ്ങ് അബോർട്ട് ചെയ്തേക്കൂ. എത്ര നിസ്സാരമായിട്ടാണ് പറയുന്നത്. ഒരു കുഞ്ഞ് അവിടെ ജീവൻ അവിടെ വളരുന്നുണ്ടെങ്കിൽ ഭർത്താവ് മരിച്ചു പോകും. ഭർത്താവിന്റെ ഇനി ഒരു അംശമാണ് അവിടെ അവളുടെ ഉദരത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നത്. ആ കുഞ്ഞിനെ അങ്ങടെ അബോർട്ട് ചെയ്ത് കളഞ്ഞോളാൻ, ഒരു പിഞ്ചു ജീവനെ കൊന്നു കളയാൻ ഒരു സ്ത്രീക്ക്, പ്രസവിക്കുന്ന ഒരു സ്ത്രീക്ക് പോലും കരുണയില്ലാതായി പോവുകയാണ്. അത്രയും നിഷ്ഠുരമായ വചനം. ഭർത്താവിന്റെ വിയോഗം പോലും ഇവിടെ സഹിക്കാൻ പറ്റുന്നില്ല. ആ സമയത്താണ് ആ കുഞ്ഞിനെ കൂടി കൊന്നു കളഞ്ഞോളൂ, എങ്കിലേ നിന്നെ വിവാഹം കഴിക്കാനുള്ള, അതൊരു സമൂഹത്തിന്റെ ബോധമാണ്. വിവാഹിതയായ സ്ത്രീ രണ്ടാമത് വിവാഹം കഴിക്കാൻ പാടില്ല എന്നുള്ള ഒരു സാമൂഹ്യ ബോധം. വിവാഹം കഴിച്ച ഒരു സ്ത്രീയെ രണ്ടാമത് വിവാഹം കഴിക്കാൻ ആരും തയ്യാറാവില്ല എന്ന ബോധം. ഇനി രണ്ടാമത് വിവാഹം കഴിക്കാൻ തയ്യാറായാൽ തന്നെ ഒരു ബാധ്യതയില്ലാത്ത സ്ത്രീയെ ആയിരിക്കണം. വെല്ലവിന്റെ കുഞ്ഞിനെയൊന്നും അച്ഛ എന്ന് വിളിക്കാൻ എനിക്ക് സമ്മതമല്ല എന്ന് ഉള്ള പൊതുബോധം. മറ്റൊരു കുഞ്ഞിനെ വളർത്താനുള്ള ഒരു വിമുഖത. അതേസമയം സ്ത്രീ, കുഞ്ഞുങ്ങളുള്ള പുരുഷന്മാരെ, എത്ര പുരുഷന്മാര് സ്ത്രീകൾ വിവാഹം കഴിക്കുന്നു. സ്ത്രീക്ക് അത് ചെയ്യാം, പക്ഷെ കുട്ടികളുള്ള സ്ത്രീയെ വിവാഹം കഴിക്കരുത്. അതൊരു ബാധ്യതയാവും. ഇനിയിപ്പോ ഈ കുഞ്ഞിനെ അബോർട്ട് ചെയ്ത് അങ്ങോട്ട് കൊന്നു കളഞ്ഞാൽ നീ സ്വതന്ത്രയായല്ലോ. അതുകൊണ്ട് നീ അങ്ങോട്ട് നിരാശപ്പെടുന്നും വേണ്ട. ഇത് മരിക്കുകയാണെങ്കിൽ മരിച്ചോട്ടെ. നീ വല്ല പ്രഗ്നന്റ് ആണെങ്കിൽ നീ അങ്ങോട്ട് അബോർട്ട് ചെയ്തേക്കൂ. ഉപദേശല്ലേ. നീ തളരരുത് ആരതി, നിനക്ക് ചെറുപ്പമല്ലേ, ജീവിതം അതുകൊണ്ടൊന്നും തീർന്നു പോവുകയില്ല. നീ പ്രഗ്നന്റും മറ്റോ ആണോ? എങ്കിൽ അതങ്ങ് അബോർട്ട് ചെയ്യിച്ചേക്ക്. ഇക്കാലത്ത് തന്തയില്ലാത്ത ഒരു കുട്ടിയെ വളർത്തിയെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ മെനക്കെടാ. അത് പ്രത്യേകിച്ച് ആ കുട്ടിയൊക്കെ ജനിച്ച് തന്തയില്ലാത്ത കുട്ടി, അതിനെയൊക്കെ വളർത്തിയെടുക്കണം എന്ന് വെച്ചാൽ വലിയ മെനക്കെടാ. നിനക്കൊരു കല്യാണം കഴിക്കാൻ കൂടെ പറ്റില്ല. പിന്നെ നീ എങ്ങനെ അതിനെ വളർത്തും? നീ ജോലി ചെയ്തിട്ടോ? നിനക്ക് ജോലി ഉണ്ടോ? ജോലി കൂടി ഇല്ലെങ്കിൽ നീ എങ്ങനെ വളർത്തും ആ കുഞ്ഞിനെ? തന്തയില്ലാത്ത കുട്ടി ജനിക്കുമ്പോഴേക്കും തന്തയെ തീനി എന്ന് പറയും സമൂഹം. അതിൽ നല്ലത് നീ അങ്ങടെ അബോർട്ട് ചെയ്തേക്കോ. നീ ഈ ദുഃഖമെല്ലാം മറക്കൂ എന്നുള്ള ഇത്. ഇതുകൊണ്ടാണ് ഒരു ഇരുട്ട് ഇങ്ങനെ കടന്നു വരുന്നത് പോലെ എന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള ദുഷ്ട മനസ്സും കൊണ്ടാണ് ഈ സ്ത്രീ ഇവിടെ എത്തുന്നത് എന്ന് ഗൗളിക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. അതുകൊണ്ടാണ് കുത്തനെ ഒരു ഇരുട്ട് മുറിയിലേക്ക് പതിച്ചതുപോലെയാണ് ആ സന്ദർശക കുളമ്പടിയുമായി, പാതുകത്തിന്റെ കുളമ്പടി ഒച്ചയുമായി കടന്നു വന്നത്. ഇക്കാലത്ത് തന്തയില്ലാത്ത ഒരു കുട്ടിയെ വളർത്തിയെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ മെനക്കെടാ. പെൺഗൗളി ചിലച്ച് കലശലായി പ്രതിഷേധിച്ചു. ഇത് കേട്ട വഴിക്ക് പെൺഗൗളിക്ക് സഹിച്ചില്ല. പെൺഗൗളി അവിടെ നിന്ന് ചലിച്ചു. ഗൗളി ചലിക്കുന്നതൊക്കെ ഒരു നിമിത്തമാണെന്ന് പറയും. ഗൗളി ശാസ്ത്രമുണ്ട്. ഗൗളി ചിലയിടങ്ങളിൽ നിന്ന് ചലച്ചു കഴിഞ്ഞാൽ പല്ലി ചലച്ചു, മരണം ഉറപ്പാ എന്നൊക്കെ ഗൗളി ശാസ്ത്രമുണ്ട്. പെൺഗൗളി ചിലച്ച് കലശലായി പ്രതിഷേധിച്ചു. കഷ്ടം തന്നെ, കഷ്ടം തന്നെ. സത്യം ഇത്ര നിർദ്ദയമായി പറയാവോ? അവിടെ പെൺഗൗലി പറയാണ്, കഷ്ടം തന്നെ, സത്യം ഇത്ര നിർദ്ദയമായി പറയാവോ? ഒരു മയമൊക്കെ വേണ്ടായോ? പെൺഗൗളി പറയാണ്, ചിലച്ചുകൊണ്ട് പറഞ്ഞു. കഷ്ടം തന്നെ. ഈ പെണ്ണ്, ഇത് സംഭവം സത്യമാണെങ്കിൽ ഈ പെണ്ണ് എന്താ പറയുന്നേ? ഇത്രയും നിഷ്ഠുരമായി നിർദ്ദയമായി ഇങ്ങനെ പറയാമോ? സത്യം എങ്ങനെ മാതിരിയൊക്കെ വിളിച്ചു പറയാമോ?
സത്യം ബ്രൂയാൽ എന്ന് പറയും, സത്യം പറയണം. പക്ഷെ ന ബ്രൂയാൽ സത്യം അപ്രിയം, പ്രിയമല്ലാത്ത സത്യം നമ്മൾ വിളിച്ചു പറയരുത്. അതാണ് നിയമം. സത്യം ബ്രൂയാൽ ന ബ്രൂയാൽ സത്യം അപ്രിയം എന്ന് വെച്ചാൽ സത്യം നമ്മൾ പറയണം എന്ന് കരുതി എല്ലായിടത്തും പോയിട്ട് സത്യം വിളിച്ചു പറയണം എന്നില്ല. അവിടെ അപ്രിയമായ സത്യങ്ങൾ നമ്മൾ ഇങ്ങനെ വിളിച്ച് ഓതിക്കൊണ്ടിരിക്കണം എന്നില്ല. പെൺകവിളി ചിലച്ച് കലശലായി പ്രതിഷേധിച്ചു. കഷ്ടം തന്നെ, സത്യം ഇത്ര നിർദ്ദയമായി പറയാവോ? ഒരു മയമൊക്കെ വേണ്ടായോ? ആൺകവിളി അമർഷത്തോടെ ചോദിച്ചു. നീ ഇപ്പോൾ ചിലച്ചത് എന്തിന്? ആൺകവിളിക്ക് ദേഷ്യം വന്നു. നീ ഇപ്പോൾ ചിലച്ചത് എന്തിന്? മനുഷ്യർ എത്ര പുരോഗമിച്ചാലും അവർക്ക് ഗൗളിയുടെ ചിലക്കലിൽ വലിയ വിശ്വാസമാണെന്ന് നിനക്ക് അറിഞ്ഞുകൂടെ? പ്രത്യേകിച്ച് ബുധനാഴ്ച തെക്ക് പടിഞ്ഞാറിരുന്ന് ഗൗളി ചിലച്ചാൽ ബന്ധുമരണം നിശ്ചയം എന്നാണ് അവരുടെ ശാസ്ത്രം. ദിവസങ്ങളായി ആ ചെറുപ്പക്കാരി ശങ്കിച്ചുകൊണ്ടിരുന്ന കാര്യത്തിൽ ഈ നിമിഷം തീർപ്പായി. അപ്പൊ ആൺകവളിയും ആ കാര്യത്തിൽ വിശ്വസിക്കുന്നുണ്ട്. ബുധനാഴ്ച ദിവസങ്ങളിൽ തെക്ക് പടിഞ്ഞാറിരുന്ന് ഗൗളി ചിലച്ചു കഴിഞ്ഞാൽ ബന്ധുവിന്റെ മരണം ഉറപ്പാണ്. അപ്പൊ ഇത്ര നേരം ആ സ്ത്രീ വിചാരിച്ച് ആശങ്കപ്പെട്ടിരുന്ന എപ്പോ മരിക്കുവോ എന്ന് പേടിച്ചിരുന്ന കാര്യം ഇപ്പൊ സത്യമായി. നീ എന്തിനാ ഇപ്പൊ അവിടെ ഇരുന്നിട്ട് ചിലച്ചത്? അതും പറയുന്നുണ്ട് ഇവിടെ. തെക്ക് പടിഞ്ഞാറിരുന്ന് ഗൗളി ചിലച്ചാൽ ബന്ധുമരണം നിശ്ചയം എന്നാണെന്ന് അവരുടെ ശാസ്ത്രം, മനുഷ്യരുടെ ശാസ്ത്രം. ദിവസങ്ങളായി ആ ചെറുപ്പക്കാരി ശങ്കിച്ചുകൊണ്ടിരുന്ന കാര്യത്തിൽ ഈ നിമിഷം തീർപ്പായി. ഇന്ന് ഇത്രയുണ്ട്. ബാക്കിയുള്ള ഭാഗം അടുത്ത ക്ലാസ്സിലെടുക്കാം. ഇനി നമുക്കിതിൻ്റെ പാഠാനുബന്ധ പ്രവർത്തനങ്ങളൊന്ന് നോക്കാം. ഈ പാഠം നന്നായി വായിക്കണം. അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി, നമസ്കാരം. ഹാവ് എ നൈസ് ഡേ.